വനിതാ സംവരണ ബിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വടംവലിക്കാണ് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത്. BJP ഇത് പ്രതിപക്ഷത്തിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ബില്ല് അത് പാസ്സാകുമെന്നതിനെ സംബന്ധിച്ച് NDAക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ലായിരുന്നു. അവർ ആവർത്തിച്ച് തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തുള്ള പല കക്ഷികളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്നലെ നിരവധി പോസ്റ്റുകളാണ് ഈ ബില്ലിനെ സംബന്ധിച്ച് അദ്ദേഹം എക്സ്പോസ്റ്റായിട്ട് ഇട്ടിരുന്നത്. അതായത് ഈ ബില്ലിൽ എല്ലാ എംപിമാരും ഇപ്പോൾ അനുകൂലിച്ച് വോട്ടിടണം, ഇത്തരമൊരു ബില്ല് പാസ്സാക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. മാത്രമല്ല BJPയുടെ ഭാഗത്തു നിന്ന് വലിയ ക്യാമ്പയിൻ തന്നെ ഈ ബില്ല് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് പാർലമെന്റിന് പുറത്ത് ഈ ബില്ലിനെ സംബന്ധിച്ച് വലിയ ഫ്ലെക്സുകളും ഹോൾഡിങ്ങുകളും ഒരുക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചക്കാരായി ഗാലറിയിൽ നിരവധി സ്ത്രീകളെ എത്തിച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതും സാംസ്കാരിക രംഗത്തുള്ള പല പ്രമുഖരായിട്ടുള്ള സ്ത്രീകളെ വരെ ഇന്നലെ പാർലമെന്റിൽ കാഴ്ചക്കാരായി NDA എത്തിച്ചിരുന്നു. അതായത് ഇത്തരമൊരു ബിൽ പാസ്സാകാൻ പോവുകയാണ് എന്നുള്ള വലിയൊരു പ്രതീതി സൃഷ്ടിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുള്ള അനൗൺസ്മെന്റുകൾ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കി ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള പരമാവധി ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ ചെറിയ ചില സഖ്യകക്ഷികളായിട്ടുള്ള ഇപ്പോൾ NCP ആണെങ്കിലും ശിവസേനയാണെങ്കിലും ഒപ്പം കൂട്ടാനുള്ള ചില ശ്രമങ്ങൾ കൂടി NDA നടത്തിയിരുന്നു ഈ ബില്ലിനെ അനുകൂലിച്ച് നിലപാടെടുക്കാൻ വേണ്ടി. അത് ശരിക്കും ശിവസേനയ്ക്കാണെങ്കിലും NCPക്കാണെങ്കിലും ഒരു അനുകൂല സാഹചര്യവുമായിരുന്നു. കാരണം ഈ സീറ്റ് വർധനവ് ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. അവിടെ വലിയ രീതിയിൽ സീറ്റുകൾ ഉയരുമായിരുന്നു. അപ്പോൾ NCPയും ശിവസേനയും ആണെങ്കിലും ഒരു അനുകൂല നിലപാടെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കോൺഗ്രസും DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായിട്ടുള്ള ഒരു പ്രതികൂല നിലപാട്